സ്വർണ്ണവില വീണ്ടും കുതിച്ചുയരുകയാണ്. വില വർദ്ധിക്കുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. സ്വർണ്ണവില വർദ്ധിച്ചതോടെ ഇന്ത്യയിൽ പഴയ സ്വർണം വിൽക്കാൻ ആളുകളുടെ തിരക്ക്. രക്ഷയില്ല, പൊന്നു ചതിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില കുതിച്ചുയരുകയാണ്. ഈ മാസം 1-ാം തീയതി 1,57,060 രൂപയായിരുന്നു പൊന്നിന്റെ വില. എന്നാൽ ഇപ്പോൾ 1,20,000 കടന്ന് കുതിക്കുകയാണ്. കേരളത്തിൽ ഓണത്തോടൊപ്പം വിവാഹ സീസണും ആരംഭിച്ചിരിക്കുന്നത് തന്നെയാണ് സ്വർണ്ണവിലയെ ബാധിച്ചിരിക്കുന്ന കാരണമെന്ന് പറയുന്നു. കാരണം അത്രത്തോളം ഡിമാൻഡാണുള്ളത്. ഇതിനിടയിൽ വില വർദ്ധിക്കുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വർണം മറക്കുന്ന കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഓണക്കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ വിലയിൽ വലിയ മുന്നേറ്റം രേഖപ്പെടുത്തുന്നു. അതായത് കഴിഞ്ഞ വർഷം തിരുവോണം സെപ്റ്റംബർ 5-നായിരുന്നുവെങ്കിൽ ആ വർഷം അല്പം നേരത്തെയായിരുന്നു ഓണവും ആഘോഷിച്ചത്. കഴിഞ്ഞ വർഷം തിരുവോണ നാളുകളിൽ 1 പവൻ സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് 78,320 രൂപയായിരുന്നു. പൂരാട നാളിൽ 78,440 രൂപ. എന്നാൽ ഒരു വർഷത്തിനിപ്പുറം ഇപ്പോൾ 1,20,000 മുകളിലാണ് സ്വർണ്ണവില കുതിക്കുന്നത്. അതായത് 22 ക്യാരറ്റ് സ്വർണത്തിന്റെ പവൻ വില കഴിഞ്ഞ വർഷത്തിൽ നിന്നും 41,800 രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. ഇക്കാലയളവിൽ വലിയ വർധനവ് തന്നെയാണ് സ്വർണത്തിന് രേഖപ്പെടുത്തുന്നതെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ഇനി തിരിച്ചൊരു മാറ്റവും ഉണ്ടാകില്ലെന്നും പ്രതീക്ഷിക്കാം. ഈ കുതിപ്പ് തുടർന്നാൽ സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്കും എത്തും. അതായത് ഈ വർഷം ജനുവരി 29-ന് രേഖപ്പെടുത്തിയ 1,31,000 രൂപയ്ക്ക് മുകളിലേക്ക് സ്വർണ്ണവില എത്താനും സാധ്യതയുണ്ടെന്ന്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് സംഘർഷവും എണ്ണവില വർദ്ധിച്ചതോടെയാണ് സ്വർണത്തിന് തിരിച്ചടിയായിരിക്കുന്നത്. എന്തായാലും സ്വർണ്ണവില ഇനി കൂടാനും കുറയാനും സാധ്യതയുണ്ടെന്നും വിദഗ്ധർ പറയുന്നു. പ്രത്യേകിച്ചൊരു പ്രവചനം ഇന്ന് സ്വർണ്ണവിലയിൽ സാധ്യമല്ല എന്നും സാമ്പത്തിക വിദഗ്ധർ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഓഗസ്റ്റ് 15-ന് ശേഷം സ്വർണ്ണവില താഴേക്ക് വീണിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. അതിനാൽ തന്നെ സ്വർണ്ണവില വർദ്ധിച്ചതോടെ ഇന്ത്യയിൽ പഴയ സ്വർണം വിൽക്കാൻ ആളുകളുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്താണ് പലരും പുതിയത് വാങ്ങുന്നത്. ജ്വല്ലറി വ്യവസായത്തെ തന്നെ മാറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ പഴയ സ്വർണം വിൽക്കുന്ന രീതി തുടരുന്നത്. വലിയ രീതിയിൽ വീടുകളിലെ സ്വർണം ഇപ്പോൾ മാർക്കറ്റിലേക്ക് എത്തുന്നുവെന്ന് ജ്വല്ലറി ഉടമകളും പറയുന്നു. സർക്കാർ തീരുവ ഉയർത്തിയതിനു ശേഷം ഈ ട്രെൻഡ് കൂടുതലായി ജ്വല്ലറി ഉടമകൾ ഉപയോഗപ്പെടുത്തുന്നതായും കാണുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് പണമാക്കി മാറ്റാൻ ആവശ്യമുള്ളവരാണ് പഴയ സ്വർണങ്ങൾ കൊണ്ടുപോയി വിറ്റ് പണമാക്കുന്നത്. പ്രമുഖ ജ്വല്ലറികളിലും സ്വർണ്ണ വിൽപ്പന തകൃതിയായി നടക്കുന്നതായാണ് കാണുന്നത്. ഇന്ത്യയിലെ വീടുകളിൽ 25,000 ടൺ സ്വർണ്ണമുണ്ടെന്നാണ് കണക്ക്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ള ജനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇന്ത്യക്കാർ. നിലവിലെ സാഹചര്യത്തിൽ സ്വർണ്ണ വ്യവസായത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. ആയതിനാൽ കയ്യിലുള്ള സ്വർണം വിറ്റ് കാശാക്കുന്നവർ തന്നെയാണ് കൂടുതലായുള്ളത്. എന്നാൽ കാത്തിരുന്നാൽ ഇനിയും ലാഭം കൊയ്യാമെന്ന് വിദഗ്ധർ പറയുന്നു. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.